إلى حضرة شيخنا ومربينا وقدوتنا الشيخ محمد بن الشيخ محمد القادري الجشتيجادي قدس الله سره العزيز ورضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أصحاب سيدنا محمد. ما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ പൊരുത്തത്തിലായി നമ്മെ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. അവരുടെ ഹുബ്ബിലായി നമ്മെ നിലനിർത്തി തരുമാറാവട്ടെ. മഹാന്മാരോടുള്ള പിന്തുടർച്ചയിലായി കലിമത്ത് തൗഹീദിന്റെ ഖാദിരിയ ത്വരീഖത്തിന്റെ കാമിലായ ദിക്റിലായി മരണം വരെ നമ്മളെ ഐക്യത്തോടെ സ്നേഹത്തോടെ നിലനിർത്തി തരുമാറാവട്ടെ. മഹാന്മാരുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന അദബുകേടുകൾ, സൂക്ഷ്മതക്കുറവ് എല്ലാം പരിഹരിച്ച് പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ അൻവാറുൽ ഖുദ്സിയ ഫി മഅരിഫത്തി ഖവാഇദി സൂഫിയ. മഹാനരായ അൽ ഇമാമുൽ അല്ലാമ അബ്ദുൽ വഹാബ് ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ കിതാബിൽ നിന്നുള്ള മഹാന്മാരുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മുരീദന്മാര് പാലിക്കേണ്ട അദബുകളെ കുറിച്ച് വളരെ വിശദമായി പറയുന്ന ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ കനപ്പെട്ടതാണ്. അത് നമ്മൾ ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പുലർത്താൻ ഞാനടക്കമുള്ള എല്ലാവരും ശ്രമിക്കുക. അല്ലാഹു അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. മഹാന്മാരോട് പൊരുത്തക്കേടുള്ള ഒരു പ്രവൃത്തി നമ്മളിൽ നിന്ന് ഉണ്ടാവാതെ അതോടുകൂടെ നിലനിൽക്കുന്ന ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം മഹാന്മാര് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന മുരീദന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകാന യഖൂലു. മഹാനരായ ഇമാം ഷഅറാനി തങ്ങൾ പറയുകയാണ്, കുല്ലു മുരീദിൻ റആ നഫ്സഹു മുഅ്രിദതൻ അൻ മുവാദദതി ശൈഖി വ ഇഖ്വാനിഹി ഫലിയഅലം അന്നഹു ഖദ് ശറഅ ഫിൽ അഖ്ദി ഫീ തർദിഹി അൻ ബാബില്ലാഹി അസ്സ വജൽ. ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഷെയ്ഖുമായി സഹവസിക്കുന്ന കൂടെയുള്ള മറ്റ് മുരീദന്മാർ, അവർക്ക് ഇഖ്വാനികൾ എന്നാണ് പറയുന്നത്. ഷെയ്ഖിനോടും ഷെയ്ഖിൻ്റെ കൂടെയുള്ള മറ്റു മുരീദന്മാരോടും സ്നേഹം കാണിക്കാൻ വിസമ്മതിക്കുന്ന തരത്തിൽ സ്വയം തോന്നുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തൻ്റെ നഫ്സ് സ്നേഹിക്കാനോ നല്ല രീതിയിൽ ഇടപഴകാനോ കഴിയാത്ത വിധം തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അവൻ മനസ്സിലാക്കണം, അല്ലാഹുവിൻ്റെ കവാടത്തിൽ നിന്ന് അവനെ
അകറ്റപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഷെയ്ഖിനോടുള്ള സ്നേഹം നിലനിർത്തുക. ഷെയ്ഖുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന, ഷെയ്ഖിനോട് ത്വാഅത്ത് ചെയ്ത് വിധേയപ്പെട്ട് ജീവിക്കുന്ന മുരീദന്മാര്, മറ്റ് ഇഖ്വാനുകൾ, അവരോടും സ്നേഹത്തോടുകൂടെ നിലനിൽക്കുക എന്ന് പറയുന്നത് ദീനിന്റെ ഭാഗം തന്നെയാണ്. അതിന് നമ്മളുടെ മനസ്സ് അനുവദിക്കാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹദറത്തിൽ നിന്ന് ആ പ്രവേശിക്കാനുള്ള കവാടം നമ്മളിൽ നിന്ന് തടയപ്പെട്ടു തുടങ്ങി എന്ന് മനസ്സിലാക്കണം. ഒമിൻ ഷഅനിഹി, പിന്നെ ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം അല്ലാ യറ അന്നഹു കാഫഅ ഉസ്താദഹു അബദൻ വലൗ ഖദമഹു അൽഫ ആമിൻ വഅൻഫഖ അലൈഹിൽ ഉലൂഫ മിനൽ മാൽ. തൻ്റെ ഗുരുവിന്, തൻ്റെ ഷെയ്ഖിന് പകരമായിട്ട് ജീവിതത്തിൽ സമർപ്പണം നടത്തി എന്ന് വിചാരിക്കാൻ ഒരവകാശവും മുരീദിനില്ല. ചെയ്തു തന്ന ഗുണങ്ങൾ, ആ ഗുണങ്ങൾ ആത്മീയമായ ഗുണങ്ങൾ, ആ ഗുണങ്ങൾക്ക് തൻ്റെ ഉസ്താദിന് അല്ലെങ്കിൽ തൻ്റെ ഷെയ്ഖിന് പകരം ഞാൻ ചെയ്തു കൊടുത്തു എന്ന് പറയാൻ സാധ്യമല്ല തന്നെ. വലോ ഖദമഹു അൽഫ ആമിൻ, 1000 വർഷക്കാലം ഷെയ്ഖിന് ഖിദ്മത്ത് ചെയ്താൽ പോലും, ആയിരക്കണക്കിന് സമ്പത്ത് തൻ്റെ ഷെയ്ഖിൻ്റെ മാർഗത്തിൽ ആ വഴിയിലായി സമർപ്പണം നടത്തിയാൽ പോലും തൻ്റെ ഗുരുവിന് പകരം ഞാൻ ഒരു കാര്യം ചെയ്തു കൊടുത്തു എന്ന അവകാശം പറയാനേ പറ്റൂല. വമൻ ഖത്തറ ബിബാലിഹി ബഅദ ദാലിക, അങ്ങനെ വർഷങ്ങൾ ജീവിച്ചിട്ട് തൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പോയി, അന്നഹു ഖാബലഹു ബിശൈഇൻ, തൻ്റെ ഗുരുവിന് തുല്യമാർന്നത് ഞാൻ പകരം സമർപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫഖദ് ഖറജ അനി ത്വരീഖി വനഖലൽ അഹ്ദ, വല്ലതും പകരമായിട്ട്, കാരണം അത്രയും മൂല്യവത്തായ, പകരം വെക്കാൻ കഴിയാത്തതാണ് തൻ്റെ ഗുരു. പിന്നെ ഗുരു നൽകുന്നതെല്ലാം പകരം വെക്കാത്തതാണ്. അങ്ങനെ ഒരു പകരം വെക്കൽ തന്നിൽ നിന്ന് സംഭവിച്ചു എന്ന് തോന്നുന്ന ഇടത്ത് അവൻ ആ വഴിയിൽ നിന്ന് മുറിഞ്ഞു പോകും. എന്നു മാത്രമല്ല, അവൻ കരാറ് ലംഘിച്ചവനായി മാറുകയും ചെയ്യും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അഖദ് കാന ശൈഖ് ദാവൂദ് ഇബ്നു ബാഖില അസ്-സിക്കന്ദരി ശൈഖ് സയ്യിദി മുഹമ്മദ് വഫ, മഹാനവർകളും ഇതേ ആശയത്തിലുള്ള വചനം പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ഗുരുവിന് പകരം വെക്കാൻ ഒരു മുരീദിനെ കൊണ്ടും സാധിക്കുകയില്ല എന്നുള്ളത്. ഇനി അടുത്ത വിഷയം. അപ്പൊ നമ്മൾ ഒരുപാട് വർഷം നമ്മളുടെ ഷെയ്ഖിന്റെ കൂടെ ജീവിച്ചു എന്നായാൽ പോലും നമ്മൾ കടപ്പെട്ടിരിക്കും. മരണത്തിന്റെ അന്ത്യനിമിഷം വരെ നമ്മൾ ഷെയ്ഖിനോട് കടപ്പെട്ടവരായിരിക്കും. ആ കടപ്പാട് നമ്മൾ തീർത്തു എന്ന ഒരു ബോധം നമ്മളിൽ ഉണ്ടാകുന്നത് വലിയ അപകടത്തിന് കാരണമാകും. ഷെയ്ഖിനോടുള്ള ബന്ധവും ഷെയ്ഖിൽ നിന്ന് കിട്ടേണ്ടതായ മദതും അവസാനം വരെ നിലനിർത്താനും ആ ബോധത്തിൽ നിലനിൽക്കാനും നമുക്ക് സാധിക്കണം. അല്ലാത്ത രീതിയിലുള്ള ചിന്തകൾ നമ്മിൽ കടന്നു വരാതെ അള്ളാഹു നമ്മളെ സംരക്ഷിക്കുമാറാവട്ടെ. ഖാല ശൈഖ് അബുൽ ഹസൻ അശ്ശാദിലി റളിയല്ലാഹു അൻഹു,
അബുൽ ഹസൻ ഷാദിലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലാ തസ്ഹബു അൽ അഷ്യാഖ ബിസ്ദിഖിൻ ഇല്ലാ ബിസ്ദിഖിൻ. മഹാന്മാരോടുകൂടെ സഹവസിക്കുമ്പോൾ സത്യസന്ധതയും വയിദ്ആനിൻ അവരോട് വഴങ്ങാനുള്ള ഒരു മനസ്സും വസബിരിൻ അവരോട് ക്ഷമിക്കാനുള്ള ഒരു ക്ഷമയും അലാ ജഫാഇഹിം അവർ നമ്മെ അകറ്റുമ്പോൾ, അടുപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യം, ബിഗൈരി സബബിൻ ലാഹിരിൻ പ്രത്യക്ഷത്തിൽ ഒരു കാരണവും കാണുന്നില്ല, ഷെയ്ഖ് നമ്മെ അകറ്റുന്നു. അങ്ങനെയുള്ള ഘട്ടം വന്നു കഴിഞ്ഞാൽ ആ അകറ്റുന്ന സമയത്ത് ക്ഷമിക്കാൻ, സഹനത്തോടെ നിൽക്കാൻ, സത്യസന്ധതയോടെ അവരോട് സഹവസിക്കാൻ ശ്രമിക്കണം. വലാ തഅതൂഹും ഇല്ലാ ബിഹിമ്മ മനക്കരുത്തോടുകൂടെ അല്ലാതെ അവരുടെ അടുത്തേക്ക് പോവാൻ പാടില്ല. മനക്കരുത്തുവാണ്. ഫഇന്നഹു അസ്റഉ ഫീ ഖബൂലി ശൈഖി ലക്കും ഫീ ഖബൂലി ശൈഖി ലക്കും നിങ്ങളെ ഷെയ്ഖ് വേണ്ട വിധത്തിൽ സ്വീകരിക്കണമെങ്കിൽ നല്ല ഹിമ്മത്തിൽ ഷെയ്ഖിനോടുകൂടെ കൂടുകയും സമീപിക്കുകയും ചെയ്യണം, സത്യസന്ധതയോടുകൂടെ. വമാ കാല ശൈഖുൻ ഖത്തു ലിമുരീദിൻ ഒരു ഷെയ്ഖും ഒരു മുരീദിനോട് പറയൂല, ജാഅ യത്ലുബു ത്വരീഖ സത്യത്തിൻ്റെ ആത്മീയമായ മാർഗം തേടി വന്ന ഒരു മുരീദ്, ആ മുരീദിനോട് ഒരിക്കലും ഷെയ്ഖ് പറയൂല. എന്ത് പറയൂല? ഇസ്ബിർ യൗമൻ ഔ യൗമൈനി ഒന്ന് ക്ഷമിക്ക് എന്ന് പറയൂല. ഒരു ദിവസം ക്ഷമിക്ക്, അല്ലെങ്കിൽ ഒരു 2 ദിവസം ക്ഷമിക്ക്. ഔ സാഅതൻ ഇല്ലാ ലിമാ യറാഹു മിൻ ഫുതൂരി ഹിമ്മത്തി ദാലിക്കൽ മുരീദി വസൂഇ അദബിഹി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ ഹിമ്മത്ത് അത് കുറവായതുകൊണ്ടും അവൻ്റെ അദബ് കേട് കൊണ്ടുമാണ് അങ്ങനെ പറയുന്നത്. ഒന്ന് ക്ഷമിച്ച് നിൽക്ക്. ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ അല്ലെങ്കിൽ കുറച്ച് ക്ഷമിക്ക് എന്ന് പറയാൻ ഷെയ്ഖിനോ ഇടവരുത്തുന്നത് അള്ളാഹുവിൻ്റെ മാർഗം തേടി വന്ന ഒരു മനുഷ്യനോട് കുറച്ച് സമയമെങ്കിലും ക്ഷമിക്കാൻ പറയണമെങ്കിൽ ആ ഹിമ്മത്തിൻ്റെ കുറവ് കൊണ്ട് മാത്രമായിരിക്കും. വലോ അന്നഹു റഅ ഇൻദഹു അദബൻ പൂർണ്ണമായ അദബിലും പൂർണ്ണമായ മനക്കരുത്തിലുമാണ് മുരീദ് ഷെയ്ഖിനെ സമീപിക്കുന്നതെങ്കിൽ പിന്നെ അവിടെ ഷെയ്ഖിന് ക്ഷമിക്കാൻ പറയുക എന്ന് പറയുന്നതുണ്ടാകൂല. ലബാദറ ലി അഖദിൽ അഹ്ദി അലൈഹി ഷെയ്ഖ് അവനിൽ നിന്ന് കരാറ് സ്വീകരിക്കുക തന്നെ ചെയ്യും. അവന് കരാറ് കൊടുക്കും, അല്ലെങ്കിൽ കൊടുക്കേണ്ട ഫയലുകൾ അവന് കൊടുക്കും. അപ്പൊ അത് സത്യസന്ധത കുറവാകുമ്പോഴാണ് മഹാന്മാര് കുറച്ച് ക്ഷമിക്ക് എന്ന് പറയുന്നത്. പൂർണ്ണ യോഗ്യതയെത്തി അവരെ സത്യസന്ധതയോടുകൂടെ ഹിമ്മത്തോടുകൂടെ അവരെ സമീപിക്കുമ്പോൾ അവിടെ അവര് സമയം കളയാതെ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കും എന്നുള്ളതാണ്. വലം യജുസ് അശ്ശൈഖ് അൻ യഖൂല ഖിഫ് സാഅതൻ വളരെ ഹിമ്മത്തോടുകൂടെ സത്യസന്ധതയോടുകൂടെ വന്ന ഒരു മുരീദിനോട് കുറച്ചേരം ഒന്ന് ക്ഷമിക്ക് എന്ന് പറയൂല. അങ്ങനെ പറയുമ്പോൾ അവരുടെ മനക്കരുത്ത് തണുത്തുപോകും. അപ്പൊ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് നമ്മൾക്കതിനുള്ള യോഗ്യതയില്ല, അതിനുള്ള സാവകാശം നമുക്ക് ആവശ്യമാണ് എന്നതുകൊണ്ടാണ് മശായിഖന്മാര് പറയുന്നത്. വകാന സയ്യിദി അലി ഇബ്നു വഫാ റഹിമഹുല്ലാഹ് യഖൂൽ അലി ഇബ്നു വഫാ റഹിമഹുല്ലാഹ് പറയുന്നത്, യജിബു അലൽ മുരീദ് ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് അൻ യുൽഖിയ ഹിയലഹു വ അസ്ബാബഹു തൻ്റെതായ തന്ത്രങ്ങളും തൻ്റെതായ ഉപാധികളെയും ഒക്കെ എറിയണം.
وكل ما اعتمد عليه من معمولاته بين يدي أستاذه. തൻ്റെ ഗുരുവിൻ്റെ മുമ്പിൽ താൻ സാധാരണഗതിയിൽ അവലംബിക്കുന്ന തൻ്റെ തന്ത്രങ്ങളും അവലംബിച്ച് ജീവിക്കുന്ന ഉപാധികളെയും മുഴുവനും അവിടെ സമർപ്പിച്ചു കൊടുക്കണം, സ്വന്തമായി പ്രയോഗിക്കാതിരിക്കണം. ഹത്താ യൽതഖിമഹാ ഹുക്മുഹു വഹിക്മതുഹു, ഗുരുവിൽ നിന്ന് അതിൻ്റെ വിധിയും അതിൻ്റെ തന്ത്രവും ലഭിക്കുന്നത് വരെ തൻ്റേതൊക്കെ ഉപേക്ഷിക്കണം. ഫലാ യബ്ഖാ ലഹു ഉംദത്തുൻ അലാ ഇൽമിൻ വലാ അമലിൻ ദൂനഹു, തൻ്റേതായ ഇൽമോ തൻ്റേതായ അമലോ ശൈഖില്ലാത്ത തൻ്റേതായ ഇൽമ അമലുകളിൽ അവൻ അവലംബിക്കാൻ പാടില്ല, അവലംബിച്ച് നിലകൊള്ളാൻ പാടില്ല. ഫലാ യറാ ഇഅ്തിമാദഹു ബഅദല്ലാഹ്, അല്ലാഹുവിൻ്റെ ശേഷം താൻ അവലംബിക്കുന്നത്, താൻ ജീവിക്കുമ്പോൾ അതിനെ അവലംബമാക്കുന്നത് ഇല്ല അലാ ഫദ്ലി ശൈഖിഹി, തൻ്റെ ഗുരുവിൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ടാണെന്ന് മനസ്സിലാക്കണം. അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ ഗുരുവിൻ്റെ മഹത്തായ മഹദ് ഫദ്ല് കൊണ്ടാണ്, അതിൻ്റെ മേലാണ് തൻ്റെ എല്ലാ വിജയങ്ങളും കാരണമായി നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കണം. വലാ വസൂല ഖൈരിൻ ലഹു ഇല്ലാ ബിവാസിതതിഹി, തൻ്റെ ഗുരുവിൻ മുഖേനയല്ലാതെ തനിക്കൊരു ഖൈറും വരുന്നില്ല എന്നും അവൻ മനസ്സിലാക്കിയിരിക്കണം. കുല്ലു ദാലിക ലയസീറു ബിഹിൽ ഉസ്താദു ഇലാ ഹദ്റത്തി റബ്ബിഹി, അങ്ങനെ തൻ്റെ ഗുരുവിൻ്റെ മഹത്തായ ഫളിനെ മനസ്സിലാക്കി തൻ്റെ എല്ലാ ഖൈറിൻ്റെയും ഉറവിടം തൻ്റെ ഗുരുവാണെന്ന് മനസ്സിലാക്കുമ്പോൾ ആ ഗുരു അവനെ അല്ലാഹുവിൻ്റെ ഹദറത്തിലേക്ക് നയിക്കുന്നതാണ്. ഫി ഹാലി നഹ്വി നഫ്സിഹി ലൈലൻ, തൻ്റെ നഫ്സിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, രാത്രി സമയത്തെങ്കിലും അല്ലാഹുവിൻ്റെ ഹദറത്തിലേക്ക് അവനെ കൊണ്ട് നയിച്ച് എന്ന് വരാം. വയുഖ്രിജുഹു മിൻ മവാതിനി തഹക്കുമിൽ അദുവി, ശത്രു അവനെ പിടിമുറുക്കിയ നേരത്ത് ആ ശത്രുവിൻ്റെ പിടിമുറുക്കിയ അവസ്ഥയിൽ നിന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവരും. ഇലാ മഖാമാതി ഹുക്മിൽ ഹഖ് ജല്ല വഅലാ, അല്ലാഹുവിൻ്റെ വിധിയിലേക്ക്, അതിൻ്റെ സ്ഥാനങ്ങളിലേക്ക് അവനെ ഉയർത്തിക്കൊണ്ടുവരും. വഹുനാക ലാ തുസൽസിലു സിൽസാൽ, അങ്ങനെയുള്ള ഘട്ടത്തിൽ അവിടെ വലിയ ഭൂകമ്പങ്ങളൊന്നും ഉണ്ടാകൂല. അത് എത്ര കടുത്തതാണെങ്കിലും തൻ്റെ ഗുരുവിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കി എല്ലാ ഖൈറുകളും തൻ്റെ ഗുരുവിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ പ്രയാസഘട്ടങ്ങളിലും അവന് എളുപ്പമായത് കണ്ടെത്തിയിട്ട് അവൻ അല്ലാഹുവിലേക്ക്, അള്ളാഹിൻ്റെ ഹുക്കുമുകളിലേക്ക് നയിക്കാൻ എളുപ്പമാക്കി കൊടുക്കും. അവിടെ വലിയ പ്രശ്നങ്ങളോ കോളിളക്കങ്ങളോ പരീക്ഷണങ്ങളെ കൊണ്ടുള്ള വലിയ തള്ളിച്ചകളോ ഇല്ലാതെ സുഗമമായിട്ട് ചിലപ്പോൾ ശൈഖ് എന്താക്കി കൊടുത്തേക്കാം, അവനെ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തിക്കൊടുത്തേക്കാം. അതിനൊക്കെ വേണ്ടത് ശൈഖിനോടുള്ള ആ ഫളിലുള്ള വിശ്വാസമാണ്. വകാന യഖൂലു കസീറൻ, അധികരിച്ച് പറയാറുണ്ടായിരുന്ന ഒരു കാര്യം, മുലാസമത്തുൽ മുരീദി ലിശ്ശൈഖി,
അഫ്ളലു ഖദ് തകൂനു അഫ്ളല മിൻ സഫരിൽ മുരീദി ഇലാ മക്ക. മക്കയിലേക്ക് ഒരു മുരീദ് യാത്ര ചെയ്യുന്നതിനേക്കാൾ ചിലപ്പോ തൻ്റെ ഷെയ്ഖിന്റെ കൂടെ കൂടലാണ് ഏറ്റവും അഫ്ളലാവുക, ഏറ്റവും ശ്രേഷ്ഠമാവുക. ലിഅന്നൽ ഉസ്താദ, കാരണം ഷെയ്ഖ് ഇന്നമാ ജഅല, ഷെയ്ഖ് എന്ന് പറയുന്നത് ആ ഷെയ്ഖ് ലിയുറഖിയൽ മുരീദ ഇലാ മഅരിഫത്തി റബ്ബിൽ ബൈത്തി അല്ലദീ ഹുവ അഅളമു മിനൽ ബൈത്തി, അല്ലാഹുവിൻ്റെ വിശുദ്ധ ഗേഹമാകുന്ന കഅബാലയത്തേക്കാൾ മഹത്തരമായ ഒരു കാര്യമാണ് ഈ കഅബാലയത്തിൻ്റെ ഉടമയായ റബ്ബിനെ അറിയുക എന്നുള്ള കാര്യം. ആ മഅരിഫത്തിലേക്ക് എത്തിക്കുന്ന പണിയാണ് തൻ്റെ ഗുരു എടുക്കുന്നത്. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം ഈ കഅബാലയത്തിലേക്ക് പോകുന്നതിനേക്കാൾ ആ കഅബാലയത്തിൻ്റെ ഉടമയെ കാണിച്ചു തരുന്ന ഗുരുവിൻ്റെ കൂടെ നിൽക്കലാണ്. അതുകൊണ്ടാണ് മക്കയിൽ പോകുന്നതിനേക്കാൾ അഫ്ളലാണ് എന്ന് പറയാനുള്ള വ്യക്തമായ കാരണം. വകൈഫ ലിൽ മുരീദി അൻ യത്റുക തഅദീമ ബൈത്തി വലഅഹുൽ ഹഖ് ലിമഅരിഫതിഹി വഅസ്റാരിഹി വയശ്തഗില ബിബൈത്തിൻ വലഅഹുൽ ഹഖ് തആല ലിന്നാസി. എന്തിനാണ് കഅബാലയത്തെ അല്ലാഹു വെച്ചത്? ആ കഅബാലയത്തെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി വെച്ചതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ആ സാധാരണക്കാർക്ക് വേണ്ടി വെച്ച ആ കഅബാലയത്തിൽ പോയി മുഴുകി നിൽക്കുന്നത് എന്തിനാണ് ഒരു മുരീദ്? എന്നാൽ അവൻ ചെയ്യേണ്ടതാ എന്താണ്? ആ ബൈത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് രഹസ്യങ്ങളും ഒരുപാട് മഅരിഫത്തുകളും അടക്കം ചെയ്തിട്ടുണ്ട്. ആ അടക്കം ചെയ്ത ബൈത്തെന്ന് പറയുന്നത് തൻ്റെ ഗുരുവാണ്. ആ പരിശുദ്ധമായ കഅബാലയത്തിന് സമാനമായ അസ്റാറുകളുടെയും മഅരിഫത്തിൻ്റെയും വീടായ ഗേഹമായ തൻ്റെ ഗുരു, ആ ഗുരുവിനെ ഉപേക്ഷിക്കാൻ തൻ മുരീദിന് എങ്ങനെയാണ് സാധിക്കുന്നത്? വകൈഫ ലിൽ മുരീദ്, എങ്ങനെ മുരീദിന് സാധിക്കും? അൻ യത്റുക, ഉപേക്ഷിക്കാൻ, തഅദീമ ബൈത്തിൻ, വീട് ആദരിക്കുന്നതിനെ ഉപേക്ഷിക്കാൻ എങ്ങനെ കഴിയുന്നതാണ്? ഏതാണ് ആ വീട്? ആ വീട് എന്ന് പറയുന്നത് തൻ്റെ ഗുരുവാണ്. ആ ഗുരുവാകുന്ന വീടിനെ, ഷെയ്ഖാകുന്ന വീടിനെ വലഅഹുൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നത് ലിമഅരിഫതിഹി വ അസ്റാരിഹി, അവൻ്റെ മഅരിഫത്തിനും അസ്റാറിനും വേണ്ടി വെച്ച, അതിനെ ആദരിക്കാതെ എന്നിട്ട് വയശ്തഗില, അവൻ പോയി മുഴുകി ജീവിക്കുന്നത് അല്ലെങ്കിൽ മുഴുകുന്നത് ബിബൈത്തിൻ വലഅഹുൽ ഹഖ് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി വെച്ച സ്ഥാപിച്ച ഈ ബൈത്തിനെ പോയിട്ട് അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം എന്നാ ചോദിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ തെറ്റായ ഒരു ധാരണ വരൂല. ഒരിക്കലും മക്കയിലേക്ക് പോകണ്ട എന്നല്ല പറഞ്ഞത്, പോകാൻ പാടില്ലെന്നുമല്ല പറഞ്ഞത്. അതിൻ്റെ കാര്യവും കാരണവും മനസ്സിലാക്കി നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിടെ പോകുന്നതിനേക്കാൾ അഫ്ളലായ ഒരു കാര്യം ഇവിടെയുണ്ട്. ഫഇന്ന ഹളറത്തൽ ഉസ്താദി ഹിയ മിൻ ഹളറത്തിൽ ഹഖ് ജല്ല വഅലാ, തൻ്റെ ഗുരുവിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്, ഹളറത്ത് എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ സാന്നിധ്യം തന്നെയല്ലേ. അല്ലത്തി ഇഹ്തവത അലാ അസ്റാരി അഇമ്മത്തിൽ ഹുദാ,
സന്മാർഗത്തിന്റെ ഇമാമുമാരായ ആ അയിമ്മത്തുകളുടെ അസ്റാറുകൾ, രഹസ്യങ്ങൾ, പൊരുളുകൾ അടക്കം ചെയ്തിരിക്കുന്ന അല്ലാഹുവിൻ്റെ ഹദറത്ത് തന്നെയല്ലേ തൻ്റെ ഉസ്താദിൻ്റെ ഹദറത്തും തൻ്റെ ഷെയ്ഖിൻ്റെ ഹദറത്തും? അപ്പൊ അതിനെയാണ് ആദരിക്കേണ്ടത്. ആ മഅരിഫത്താകുന്ന ബൈത്തിനെയാണ് നമ്മൾ ആദരിക്കേണ്ടത്. ലിഅന്നഹു ആരിസു ഇൽമിൽ അംബിയാഇ അലൈഹിമുസ്സലാത്തു വസ്സലാം. അംബിയാ മുർസലീങ്ങളുടെ വാരിസാണ് നമ്മളുടെ ഷെയ്ഖ് എന്ന് പറയുന്നത്. വമിൻ ശഅനിഹി, ഇനി അടുത്തത് പറയുന്നത് ഒന്നുകൂടെ പറയുകയാണ്, അല്ലാ യഅതിയ ഹളറത ഉസ്താദിഹി ഖത്തു ഇല്ലാ ബിസിദ്ഖിൻ. തൻ്റെ ഗുരുവിൻ്റെ സന്നിധാനത്തിലേക്ക് സത്യസന്ധതയോട് കൂടെയല്ലാതെ പോവരുത്. വലൗ തകററ ഇത്യാനുഹു കുല്ല യൗമിൻ അൽഫ മറ. ഒരു ദിവസം തന്നെ 1000 തവണ തൻ്റെ ഗുരുവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നവനാണെങ്കിൽ പോലും ഓരോ പോക്കിലും അവൻ സത്യസന്ധതയോട് കൂടെയായിരിക്കണം അങ്ങോട്ടേക്ക് പോവേണ്ടത്. അങ്ങനെയായിരിക്കും സത്യസന്ധനായൊരു മുരീദ്. വഖദ് കാന സയ്യിദി അലി ഇബ്നു വഫാ യഖൂലു, മഹാനരായ അലി ഇബ്നു വഫാ റഹിമഹുല്ലാ പറയുകയാണ്, മാ ജാഅ മുരീദുൻ ഇലാ ഹദറത്തി ഉസ്താദിഹി ബിസ്സിദ്ഖി ഇല്ലാ കാന മിൻ അഹ്ലിഹി. തൻ്റെ ഗുരുവിൻ്റെ സന്നിധാനത്തിലേക്ക് സത്യസന്ധതയോടു കൂടെ പോകുന്ന ഏതൊരു മുരീദും ആ ഷെയ്ഖിന്റെ അർഹതപ്പെട്ട ആളുടെ കൂട്ടത്തിലാകുന്നതാണ്. ആ ഷെയ്ഖിന്റെ അർഹതപ്പെട്ട ആളുടെ കൂട്ടത്തിലാകുമെന്ന് മാത്രമല്ല, വജാസ ലിശ്ശൈഖി കശ്ഫുൽ അസ്റാരി ലഹു. അങ്ങനെ സത്യസന്ധതയോടുകൂടെ തൻ്റെ ഷെയ്ഖിനെ സമീപിച്ച് അർഹത നേടിയ മുരീദിന് തൻ്റെതായ പൊരുളുകളെയും രഹസ്യങ്ങളെയും ഷെയ്ഖ് വെളിപ്പെടുത്തി കൊടുക്കാൻ ഷെയ്ഖിന് സാധിക്കുന്നതാണ്. വഇൻ ജാഅ ബിഗൈരി സിദ്ഖി, സത്യസന്ധതയില്ലാതെ ഷെയ്ഖിനെ സമീപിച്ചാൽ കാന അംറുഹു ബിൽ അഖ്സി, കാര്യം നേരെ തലകുത്തനെയാകുന്നതാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. വലിയ കനപ്പെട്ട വിഷയങ്ങളാണ്. വകാന യഖൂലു ഇദാ അത്തഖത്ത ഫീ ഉസ്താദിക അന്നഹു മുത്ലിഉൻ അലാ ജമീഇ അഹ്വാലിക. നീ വിശ്വസിച്ചാൽ, നിന്റെ ഉസ്താദിനെ സംബന്ധിച്ച്, നിന്റെ ഗുരുവിനെ സംബന്ധിച്ച് നിന്റെ വിശ്വാസം വന്നു കഴിഞ്ഞാൽ എന്താണ് നീ വിശ്വസിക്കുന്നത്? നിന്റെ എല്ലാ അവസ്ഥകളെയും കാണാനും അറിയാനും എത്തിനോക്കാനും കഴിയുന്നവരാണ് തൻ്റെ ഗുരു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫഖദ് അറൽത അലൈഹി സ്വഹീഫതക, നിന്റെ ഏട് നീ ആ ഗുരുവിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി. ഫഖറഅഹ, അങ്ങനെ ആ ഗുരു അതിനെ വായിക്കുന്നതാണ്. രാവും പകലും, രഹസ്യത്തിലും പരസ്യത്തിലും, ഒറ്റക്കായും കൂട്ടത്തിലായും ചെയ്തുപോയ നന്മയും തിന്മയുമായ സകല കാര്യങ്ങളും അവിടെ വായിച്ചെടുക്കുന്നതാണ്. അങ്ങനെ തൻ്റെ ഗുരു എല്ലാ അവസ്ഥകളെയും തിരിച്ചറിയുന്നവനാണെന്നുള്ള ബോധം, ആ വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗുരു അത് വായിച്ചിട്ട് ഫഹുവ ഇമ്മാ യശ്കുറുക,
നല്ലത് കണ്ടാൽ തൻ്റെ ഗുരു തന്നെ അഭിനന്ദിക്കുന്നതാണ്. വ ഇമ്മാ യസ്തഗ്ഫിറു ലക, നിനക്ക് വേണ്ടി തിന്മ കണ്ടു കഴിഞ്ഞാൽ പൊറുക്കലിനെ തേടുന്നതാണ്. മഹാനരായ അൽ അല്ലാമ ശഅറാനി റഹ്മത്തുള്ളാഹി പറയുന്നത് നോക്കൂ. എന്നിട്ട് ഫയാ സഅദത മൻ കാന ലഹു ഉസ്താദ്, ഒരു ഉസ്താദുള്ളവന്റെ വിജയം, സൗഭാഗ്യം എത്ര വലുതാണ്. സൗഭാഗ്യമേ, ഉസ്താദുള്ളവന്റെ സൗഭാഗ്യമേ എന്നാണ് മഹാനവറുകൾ പറഞ്ഞത്. അപ്പോൾ ഒരു ഗുരു ഉള്ളവന്റെ മഹത്വത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തൻ്റെ ഗുരു, ആ ഗുരുവിന് തൻ്റെതായ സകലമാന അവസ്ഥകളെയും അറിയുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം, നമ്മളെ ഗുരുവിന് എല്ലാ നമ്മളുടെ രഹസ്യ പരസ്യങ്ങളും അറിയുമെന്ന് മനസ്സിലാക്കിയാൽ അവിടെ നമുക്ക് നേട്ടേ ഉള്ളൂ. ഒരിക്കലും തൻ്റെതായ ദുനിയാവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഷെയ്ഖ് നമ്മളെ പ്രേരിപ്പിക്കൂല. അള്ളാഹുവിന് എന്താണോ അള്ളാഹുവിൽ നിന്ന് റസൂലിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, അള്ളാഹ്ക്കും റസൂലിനും പൊരുത്തപ്പെട്ടതെന്താണോ അത് തന്നെയാണ് നമ്മളൊരു ഷെയ്ഖിനുള്ള പൊരുത്തം എന്ന് മനസ്സിലാക്കി തൻ്റെ തൻ്റെ മുരീദിൽ മോശത്തരം കണ്ടാൽ ഒന്ന് പൊറത്തു കൊടുക്കണേ എന്ന് നിരന്തരം പറയുന്ന, നല്ലത് കണ്ടാൽ അവനെ അഭിനന്ദിക്കുന്ന ഗുരു, അങ്ങനെ ഒരു ഗുരു ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തു വലിയ സൗഭാഗ്യമാണ്. വകാന യഖൂലു, മഹാനവറുകൾ പറയാറുള്ളത്, ഇയ്യാക അൻ തഖീസ ഹാല ഉസ്താദിക അലാ ഹാലിക, നിന്റെ അവസ്ഥയും നിന്റെ ഷെയ്ഖിന്റെ അവസ്ഥയും തമ്മിൽ ഒരിക്കലും തുലനം ചെയ്യരുത്, തട്ടിച്ചു നോക്കുകയേ ചെയ്യരുത്. അങ്ങനെ നിന്റെ അവസ്ഥ പോലെ നിന്റെ ഷെയ്ഖിന്റെ അവസ്ഥയാവണമെന്ന് വിചാരിക്കുക. അത് രണ്ടും തമ്മിൽ തുലനം ചെയ്ത് നോക്കിയിട്ട് വിലയിരുത്താൻ പാടില്ല. അങ്ങനെ വിലയിരുത്തിക്കഴിഞ്ഞാൽ ഫതഹ്ലിക്കോ, നീ നാശത്തിലാകുന്നതാണ്. വലാ തശ്ഉറൂ, നിനക്ക് പറ്റിയ അപകടത്തെക്കുറിച്ച് നീ അറിയൂല. അങ്ങനെ അറിയാത്ത വിധത്തിൽ അപകടത്തിലേക്ക് മുഴുകിപ്പോകുന്നതാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ലിഅന്ന ശൈഖ ഇന്നമാ യബ്കി വയതളറഉ ലിഅജലി അത്ബാഇഹി, അതാ പറഞ്ഞത്, ഒരിക്കലും നമ്മളുടെ ഷെയ്ഖ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ദുനിയാവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, നമ്മളുടെ നേട്ടത്തിന് വേണ്ടിയാണ് അവിടുന്ന് കരഞ്ഞു പറയുന്നതും കേണപേക്ഷിക്കുന്നതും ഒക്കെ തൻ്റെ അനുയായികൾക്ക് വേണ്ടിയായിരിക്കും. ഹത്താ യഖ്തദൗ ബിഹി ഫീ ദാലിക, തന്നെ പോലെ തൻ്റെ മുരീദ് ആവണമെന്ന് വിചാരിച്ച് വളരെയേറെ ആഗ്രഹത്തോടെ, ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, വളരെ കൊതിയോടുകൂടെ നിൽക്കുന്നതാണ്. നമ്മളുടെ ഷെയ്ഖ് നമ്മളിൽ നല്ല കൊതിയോടുകൂടെ നിൽക്കുന്നതാണ്, വളരെ കൃപയോടുകൂടെ നിലനിൽക്കുന്നവരാണ്. നമ്മൾക്ക് വേണ്ടി രാവും പകലും കരയുന്നവരായിരിക്കും. എൻ്റെ മുരീദുകൾ എൻ കൂടെ കൂടാതെ എൻ്റെ കാലെന്നും പൊരിക്കേനതെന്നോവർ. അതാണ് ഓരോ ശൈഖന്മാരുടെയും അവസ്ഥ. ആ ശൈഖന്മാര്, അവരുടെ മുരീദുമാര് തൻ്റെ കൂടെ കൂടണമെന്ന് ആഗ്രഹിച്ച് മോഹിച്ച് നടക്കുന്നവരായിരിക്കും. വറുബ്ബമാ ബകാവ തളറഅ ലില്ലാഹി, അവർ ചിലപ്പം കരയുന്നതും
വളരെയേറെ അള്ളാഹുവിലേക്ക് കേണപേക്ഷിച്ച് പറയുന്നതും ലിയശ്ഫഅ ഫീഹിം, തൻ്റെ മുരീദിന്റെ കാര്യത്തിൽ ഒരു ശഫാഅത്തിന് വേണ്ടിയായിരിക്കും. ഹത്താ ലാ യുആജിലഹുമുൽ ഹഖ്ഖു ബിൽ അദാബി, തെറ്റിൽ മുഴുകിയ ഈ മുരീദിനെ പെട്ടെന്ന് റബ്ബേ നീ ശിക്ഷയിറക്കരുതേ എന്ന് പറഞ്ഞ് ശഫാഅത്ത് കൊണ്ടുള്ള കേണപേക്ഷയും കരച്ചിലുമായിരിക്കാം ഷെയ്ഖ് ചെയ്യുന്നുണ്ടാകുക. ലി അജലി ഇസ്റാരിഹിം അലദ്ദുനൂബി, പാപങ്ങളിൽ നിരന്തരമായി മുഴുകിയത് കാരണം പെട്ടെന്നൊരു ശിക്ഷ നീ ഇറക്കരുതേ. ഫതകൂനു ശഫാഅതൻ ഗൈബിയതൻ ഫീഹിം, അപ്പോ അദൃശ്യമായി ശഫാഅത്തായി മാറും. അതിനൊക്കെയുള്ള കാരണം എന്താണ്? നമ്മളുടെ ഷെയ്ഖിനെ നമ്മളെക്കുറിച്ച് അറിയും, പൂർണ്ണമായിട്ട് അറിയും. അതുകൊണ്ട് നീയും നിന്റെ ഷെയ്ഖും ഒരുപോലെയാണെന്ന് വിചാരിച്ച് തുലനം ചെയ്യാനോ ഒരിക്കലും തൻ്റെ അവസ്ഥയും ഷെയ്ഖിൻ്റെ അവസ്ഥയും തമ്മിൽ ഉരസിയിട്ട് വിലയിരുത്താനോ പോകരുത്. അവരുടെ രഹസ്യമായ അവസ്ഥകളിൽ അവർ ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളാണ്. അവരെപ്പോലെ സത്യത്തിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുന്ന മുരീദന്മാരെ കിട്ടണമെന്ന് ഓരോ നിമിഷവും കൊതിയോടെ നിൽക്കുന്നവരാണവര്. വകാന യഖൂലു, മഹാനവർകൾ പറയുന്നത്, മൻ വജദ മിൻ ശൈഖിഹി ലീഖൻ വഹറജൻ വമശഖത, തൻ്റെ ഗുരുവിൽ നിന്ന് വല്ല പ്രയാസവും ബുദ്ധിമുട്ടും നേരിട്ട് കഴിഞ്ഞാൽ വവജദ നഫ്സഹു നാഫിറതൻ മിമ്മാ യഅ്മുറു ബിഹി വഔ യൻഹാ, തൻ്റെ ഗുരു കൽപ്പിച്ചതോ അല്ലെങ്കിൽ ചെയ്യണ്ടെന്ന് പറഞ്ഞതോ കാര്യത്തില് അത് അനുസരിക്കാൻ തൻ്റെ ശരീരത്തിന് കഴിയാതെ അതിനൊരു വിസമ്മതം കാണിക്കുന്ന അവസ്ഥ, അങ്ങനെയുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ തൻ്റെ ഗുരുവിൽ നിന്ന് നേരിടുന്ന വിഷയം വളരെ പ്രയാസകരമായാൽ കൽപ്പിക്കുന്നതോ വിരോധിക്കുന്നതോ ആയ കാര്യങ്ങൾ വളരെയേറെ പ്രയാസപ്പെടുത്തുന്നതായാൽ ഫല്യസ്ബിറു വജൂബാ, നിർബന്ധമായിട്ടും അവിടെ ക്ഷമ കൈക്കൊണ്ടിരിക്കണം. ഇല്ലം യസിൽ ഇലാ മഖാമിർ റിളാ വൻശിറാഹിസ് സദ്രി, മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ലെങ്കിൽ, അതുപോലെ ഒരു തൃപ്തമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നില്ല എങ്കിൽ നിർബന്ധമായിട്ടും അവിടെ ക്ഷമ കൈക്കൊള്ളണം. അങ്ങനെ സമാധാനം കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? വലി അസ്അലില്ലാഹ കശ്ഫൽ ഹിജാബി ഹത്താ യുത്ലിഅഹുൽ ഹഖ് തആല അലാ മുറാദി ശൈഖിഹി ലഹു മിൻ ഹുസൂലിൽ ഖൈരി ഫിദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലുമുള്ള ഖൈറിന് വേണ്ടിയാണ് നമ്മളെ ശൈഖ് നമ്മളോട് കൽപ്പിക്കുകയും വിരോധിക്കുകയും ചെയ്യുക. എന്തെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മളെ ആക്കിയിട്ടുണ്ടെങ്കിൽ തൻ്റെ മുരീദിന് നേരത്തെ പറഞ്ഞതുപോലെ കൃപക്കാരായ അവര്, എപ്പോഴും ഹരീസുൻ അലൈക്കുമായ അവര്, കൊതിയോടെ നിൽക്കുന്ന അവര് ഒരിക്കലും നമ്മളെ ബുദ്ധിമുട്ടിലാക്കണമെന്ന് ആഗ്രഹിക്കൂല. അങ്ങനെയുള്ള അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ദുനിയാവിലെയോ ആഖിറത്തിലെയോ എന്തോ ഒരു നേട്ടത്തിന് വേണ്ടിയായിരിക്കും. ആ മുറാദ്, ആ ശൈഖ് ഈ അവസ്ഥയിൽ നമ്മെ നിർത്തിയത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവാതെ പോയതാണ്. അതുകൊണ്ട് ഒരു സമാധാനം കിട്ടുന്നില്ലെങ്കിൽ റബ്ബേ എൻ്റെ ഗുരുവിൻ്റെ, എൻ്റെ ശൈഖിൻ്റെ മുറാദ് മനസ്സിലാക്കി തന്ന് എൻ്റെ മറയൊന്ന് നീ നീക്കിത്തരണേ എന്ന് ദുആ ചെയ്ത് നിലകൊള്ളണം. ക്ഷമയോടുകൂടെ നിലകൊള്ളണം. അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ.
ഫഇന്നഹു ലൗ കുശിഫ ഹിജാബുഹു, ആ മുറാദ് ഇങ്ങട്ട് വെളിവായി കിട്ടിക്കഴിഞ്ഞാൽ ലദഹബ അൻഹുൽ ലീഖു, എല്ലാ പ്രയാസവും അവനിൽ നിന്ന് പോകും. വൽ ഹറജു ജുംലതൻ വബാദറഹു ഇലാ ദാലികൽ അംരി, ഓന് പെട്ടെന്ന് അത് ചെയ്യാൻ സമ്മതം കാണിക്കും ചെയ്യും. അതിൻ്റെ പൊരുള് തിരിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളുടെ ഷെയ്ഖിൽ നമ്മൾക്ക് നല്ല ചിന്തയുണ്ടെങ്കിൽ, എപ്പോഴും നല്ലവരായി നമ്മളോട് നിലകൊള്ളുന്നവരാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. അങ്ങനെയുള്ള ഒരു ചിന്ത നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ ഫയാ സഅദത മല്ലഹു ഉസ്താദ്, നേരത്തെ പറഞ്ഞതുപോലെ എന്തൊരു സൗഭാഗ്യമായിരിക്കും നമ്മൾക്ക് ഗുരു ഉണ്ട് എന്നുള്ള അവസ്ഥ. യാ ഗൗസു മുഹിയദ്ദീൻ വതഅമ്മൽ യാ അഖി, സഹോദര നീ ചിന്തിച്ചോ. എന്നിട്ട് മഹാനവർകൾ ഒരു ഉദാഹരണം പറയുകയാണ്. ലൗ അമറക ഇൻസാനുൻ, ഒരു മനുഷ്യൻ എന്നോട് കൽപ്പിക്കുകയാണ്. എന്താണ് കൽപ്പിക്കുന്നത്? ഒരു വലിയ ഒരു കൂന പോലെ നിൽക്കുന്ന ഉയർന്ന ഒരു പ്രദേശത്ത് വെള്ളം കിട്ടാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലം അവിടെ ഒന്ന് കുഴിക്കാൻ നിന്നോട് കൽപ്പിക്കുകയാണെങ്കിൽ നിനക്കത് പ്രയാസമാകുന്നില്ലേ? ഇനി ഒരാൾ നീ വിശ്വസിക്കുന്ന ഒരാൾ നിന്നോട് പറയുകയാണ്, ഈ മണ്ണിനടിയിൽ, ഈ ഉയർന്ന പ്രദേശത്തെ ഈ മണ്ണിന്റെ അടിയിൽ സ്വർണത്തിന്റെ ഒരു നിധിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊരു തടസ്സവും ഉണ്ടാകൂല. കുഴിക്കാൻ എന്തൊരു എളുപ്പമായിരിക്കും, മണ്ണ് നീക്കാൻ നീ എന്തൊരു ഉത്സാഹം കാണിക്കും. വലൗ മകസ്ത ഫീ ദാലിക ശഹറൻ വ അക്സറ, ഒരു മാസം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സമയമെടുത്താൽ പോലും നീ വിശ്വസിച്ച ഒരാൾ പറഞ്ഞു എന്ന കാരണത്താൽ ഒരു തടസ്സവും ഒരു പ്രയാസവും വിചാരിക്കാതെ അതിനുവേണ്ടി വളരെ ലളിതമായി നീ പണിയെടുക്കും എന്നതുപോലെയാണ് നമ്മളുടെ മശായിഖന്മാരുടെ അവസ്ഥ. ഫഹാദാ അൽ ഹുക്മു ഫീമാ യഅ്മുറുക ബിഹി ഉസ്താദുക, നിന്റെ ഉസ്താദ് നിന്നോട് കൽപ്പിക്കുന്ന വിഷയത്തിന്റെ അവസ്ഥയും ഹുക്കുമും ഇതുപോലെയാണ്. ലാ യഖ്ലൂ ഖത്തു മിൻ ഫായിദത്തിൻ, ഒരു നേട്ടമില്ലാത്ത ഒരു കാര്യം നമ്മളോട് അവര് കൽപ്പിക്കൂല. വ ഇന്നമാ കതബ അൻക സമറത്തൽ അമലി, നിന്നെ കൽപ്പിച്ചതോ വിരോധിച്ചതോ ആയ കാര്യം, അതുമൂലം നിനക്ക് കിട്ടാൻ പോകുന്ന നേട്ടം, ആ നേട്ടം അവർ നിന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത് ഖൗഫൻ അലൈക അൻ തഅമല ലി അജലിൻ ഗർളിൻ ദുനിയവിയിൻ ഔ ഉഖ്റവിയിൻ, ദുനിയാവിൻ്റെയോ ആഖിറത്തിൻ്റെയോ നേട്ടങ്ങൾ എന്ന ഉദ്ദേശത്തിൽ നീ അമല് ചെയ്യാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ദുനിയാവിൻ്റെ ആവശ്യത്തിന് വേണ്ടി ആത്മീയമായ കാര്യങ്ങൾ ചെയ്യുക എന്ന ഒരവസ്ഥ മുരീദിന് വരും. അവൻ അതിൻ്റെ പൊരുൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പൊരുൾ മനസ്സിലാകാതെ അവർ മനസ്സിലാക്കി കൊടുക്കാതെ മറച്ചു വെച്ച് അവനൊരു പ്രയാസമുള്ള ഒരു കൽപ്പന കൊടുക്കുന്നത് ഈ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി മാത്രമാകാനാണ്. ഫയഹ്ബിതു അമലുക, അങ്ങനെ ദുനിയാവിൻ്റെ നേട്ടത്തിന് വേണ്ടി നിന്റെ അമലായി കഴിഞ്ഞാൽ നിന്റെ അമല് ബാത്തിലായി പോകും, അല്ലെങ്കിൽ അതിൻ്റെ സമ്പൂർണതയിലേക്ക് എത്തുന്ന അവസ്ഥ നഷ്ടപ്പെട്ടു പോകും. വമിൻ ശഅനിഹി, ഇനി അടുത്ത അവസ്ഥയാണ് അല്ലാ യുഹദ്ദിസ നഫ്സഹു ബിമുഫാറഖതി ശൈഖിഹി, തൻ്റെ ഗുരുവിനെ വിട്ടുപിരിയണം എന്ന്
ഒരിക്കൽ പോലും തൻ്റെ മനസ്സിനോട് നീ സ്വയം പറയരുതേ. തൻ്റെ ശൈഖ് വിട്ടുപിരിഞ്ഞ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മളുടെ ചിന്തയിൽ പോലും വരാതെ മനസ്സിൽ സ്വന്തം പറയുന്ന ഒരവസ്ഥ പോലും ഉണ്ടാവാതിരിക്കട്ടെ. ഇദാ സാറ ഇൽമുഹു യൻജലി ഫീഹി ബദീഹതാ. തനിക്ക് ഇൽമുകളൊക്കെ വെളിവായി കിട്ടുമ്പോ ഇനി ഗുരുവിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു തോന്നല് ഉണ്ടാവാതിരിക്കട്ടെ. ബൽ യുലാസിമുഹു അബദാ മാ ആശാ. ജീവിക്കുന്നിടത്തോളം കാലം തൻ്റെ ഗുരുവിൻ്റെ കൂടെ ചേർന്ന് കൊണ്ട് തന്നെ ജീവിക്കണം. ഫൈദാ കാന മിൻ ശഅനിഹി ദാലിക മഅ കൗനിഹി ഖദ് സാറ കഅന്നഹു ഹുവ ഫകൈഫ യുഫാരിഖുഹു. തനിക്ക് എല്ലാ നിലക്കും വിത്തിട്ട് അതിനെ വളർത്തി കൊണ്ടുവന്ന ഒരു കുഞ്ഞിനെ പോലെയുള്ള അല്ലെങ്കിൽ ഒരു ചെടിയെപ്പോലെ വളർന്നു വന്ന നീ എങ്ങനെയാണ് ഗുരുവിനെ പോലെ ആയാൽ പോലും എങ്ങനെ നീ വേർപിരിയും? നിനക്കെങ്ങനെ വേർപിരിയാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ അത്തരം ചിന്തയിൽ നിന്ന്, അത്തരം അവസ്ഥകളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വഖദ് കാന സയ്യിദി അലി ഇബ്നു വഫാ റഹിമഹുല്ലാഹ് ഇൽസിം അൽ ഉസ്താദ്. ഉസ്താദിനോട് കൂടെ നിലനിൽക്കുക, ശൈഖിനോട് കൂടെ നിലകൊള്ളുക. റുബൂബിയത്തിന്റെ രഹസ്യങ്ങൾ അവർ നിനക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. എല്ലാ രഹസ്യങ്ങളുടെയും ഉറവിടമാണ് നിന്റെ ശൈഖിന്റെ ഹൃദയമെന്ന് പറയുന്നത്. ശൈഖിന്റെ കൽപ്പനയിൽ നിലകൊള്ളണം, അതൊന്ന് വിട്ടുപിരിയരുത്. അതേ രീതിയിൽ നിലനിൽക്കാൻ കഴിയണം. വലൈസ മിൻ മർതബതിഹി വലാ യൽതഫിദു അൻ ഉസ്താദിഹി. ഉസ്താദിൽ നിന്നവൻ പിന്തിരിഞ്ഞു പോകരുത്. യമീനോ വലാ ശിമാല. വലത്തോ ഇടത്തോ തിരിയരുത്. ഇത് ലൈസലിൽ മുരീദി മൻ യതവജ്ജഹു ബിഖൽബിഹി ഇലൈഹി ഗൈറുൽ ഉസ്താദ്. തൻ്റെ ഹൃദയം നേരിടാൻ ഒരാളുണ്ടെങ്കിൽ അത് തൻ്റെ ഗുരു മാത്രമാണ്. തൻ്റെ ഹൃദയം കൊണ്ട് നേരിടാൻ ഒരാളുണ്ടെങ്കിൽ അത് തൻ്റെ ഉസ്താദ് മാത്രമാണ്, തൻ്റെ ശൈഖ് മാത്രമാണ്. വലൈസ മർതബതു മിൻ മർതബതി സിഹത്തി തവജ്ജുഹി ഇലൽ ഹഖി. വലൈസ ആ മുരീദല്ല മിൻ മർതബതിഹി അവൻ്റെ മർത്തബയിൽ പെട്ടതല്ല. സിഹത്തു തവജ്ജുഹി ഇലൽ ഹഖി റബ്ബിലേക്ക് തിരിയേണ്ട വിധത്തിൽ തിരിയാൻ പൂർണ്ണത നേടിയ മർത്തബയിലല്ല, അവൻക്കറിയുകയുമില്ല. അതുകൊണ്ട് തനിക്ക് ഇനി തവജ്ജുഹാക്കാൻ പറ്റുമെങ്കിൽ, ഹൃദയം കൊണ്ട് നേരിടാൻ പറ്റുമെങ്കിൽ ഒരാളുണ്ടെങ്കിൽ അത് തൻ്റെ ഗുരു മാത്രമാണ്, തൻ്റെ ഗുരു മാത്രമാണ്. മൻ അർഷദക ഇലാ മാ തതഖല്ലസു മിൻ ഗളബി റബ്ബിക അലൈക. അല്ലാഹുവിൻ്റെ കോപത്തിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുന്ന നിന്റെ ശൈഖ്, അതിനുവേണ്ടി ഉപദേശ നിർദ്ദേശങ്ങൾ ചെയ്യുന്ന നിന്റെ ശൈഖ്, നിനക്ക് വേണ്ടി റബ്ബിൻ്റെ അടുത്ത് ശഫാഅത്ത് ചെയ്യുന്ന നിന്റെ ശൈഖ്, അങ്ങനെയുള്ളതാണ് നമ്മളുടെ ഗുരുക്കന്മാര്. അവർക്ക് വേണ്ടി നമ്മൾ വഴിപ്പെടണം. അവരിൽ നിന്ന് ഉപദേശ നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ നിനക്ക് ഉപകാരം കിട്ടുകയില്ല. അവരുടെ കൽപ്പനകൾ നീ അനുസരിച്ചില്ല എങ്കിൽ നിനക്ക് അവരുടെ ശഫാഅത്ത് കൊണ്ട് ഉപകാരം കിട്ടുകയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ. ശുപാർശകരുടെ ശുപാർശ ഉപകാരം ചെയ്യാത്ത അവസ്ഥയെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു. ആ ഒരു അവസ്ഥയിലാവാതിരിക്കട്ടെ. റൂഹുൽ മുരീദ് മിൻ റൂഹി ശൈഖി. മുരീദിന്റെ റൂഹ്
ഷെയ്ഖിന്റെ റൂഹ് തന്നെയാണ്. അഖ്ലുൽ മുസ്തഫീദി മിൻ അഖ്ലിൽ മുഫീദി. ബുദ്ധി എന്ന് പറയുന്നത് അത് നേട്ടം കൊടുത്തവന്റെ ബുദ്ധിയിൽ പെട്ടത് തന്നെയാണ്. ആരെങ്കിലും സമ്പൂർണത തൻ്റെ ഗുരുവിലൂടെ അല്ലാതെ കിട്ടുമെന്നാഗ്രഹിച്ചാൽ അവന്റെ ലക്ഷ്യം പിഴച്ചു പോയിരിക്കുകയാണ്. കാരണം വിത്തിട്ട് കൊടുത്തത് ഷെയ്ഖാണ്. ആ വിത്തിട്ട് കൊടുത്ത ഷെയ്ഖ്, ആ ഷെയ്ഖിലൂടെ തന്നെയാണ് ഫലങ്ങൾ വരികയുള്ളൂ. വകദൽ മുരീദു ലാ യുകമ്മിലു ഇല്ലാ ബിവുജൂദി ഷെയ്ഖിഹി. ലാസ്റ്റത്തെ കാര്യം, വമിൻ ശഅനിഹി ഇദാ ഖദ്ദമ ഉസ്താദുഹു അലൈഹി അഹദം മിൻ ഇഖ്വാനിഹി. തൻ്റെ ഗുരു ആരെങ്കിലും ഒരാളെ മുന്നിലേക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ, മറ്റു മുരീദന്മാരുടെ കൂട്ടത്തിൽ നിന്നൊരാളെ മുന്നിൽ നിർത്തിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് നിർബന്ധമാണ് അയ്യഹ്ദിമഹു അദബം മഅ ശൈഖി. ഷെയ്ഖിനോടുള്ള അദബ് എന്ന നിലക്ക് ഈ മുന്നിൽ നിർത്തിയ മുരീദിനെ ആദരവോടെ ഖിദ്മത്ത് ചെയ്യല് അവന്റെ നിർബന്ധമാണ്, അവന്റെ ഒരു ബാധ്യതയാണ്, അവന്റെ ഒരു അടയാളമായിരിക്കും. അവനോട് അസൂയ വെക്കാൻ പാടില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫതസില്ല ഖദമും ബഅദ സുബൂതിഹ. അവന് ഉറച്ചു നിന്നതിന് ശേഷം അവൻ കാലിടറി തെറിച്ചു പോകുക, കാത്തിരക്ഷിക്കുമാറാവട്ടെ. അദബ് കേട് വന്നു പോവുകയും ചെയ്യും. ഇനി അവന് ഉന്നതിയിലേക്ക് എത്തണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഷെയ്ഖിന് അവൻ വഴിപ്പെടട്ടെ, ഷെയ്ഖിൻ്റെതായ ഗുണങ്ങൾ അവൻ നേടിയെടുക്കട്ടെ. വയുഖദ്ദിമുഹു ഷെയ്ഖുഹു. അന്നേരം ഷെയ്ഖ് യോഗ്യതയുണ്ടെങ്കിൽ അവനെ ഉന്നതിയിലേക്ക് എത്തിക്കും. കദാലിക അലാ അഖ്റാനിഹി. തൻ്റെ കൂടെയുള്ളവരെക്കാൾ ചിലപ്പോൾ ഉന്നതിയിലേക്ക് എത്തിക്കണമെങ്കിൽ ആ സിഫത്ത് അവന് വേണം. ഫഇന്നഹു ഷൈഖ ഹാക്കിമുൻ ആദിലും ബൈനൽ മുരീദീന. മുരീദന്മാരുടെ കാര്യത്തിൽ ഓരോരുത്തരിലും ഓരോ അവസ്ഥകളും പദവികളും നൽകുന്നതിൽ നീതിമാനായ ഭരണാധികാരിയെ പോലെയാണ് ഗുരു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഷെയ്ഖ് തങ്ങൾ ഉപ്പാപ്പാന്റെ കാൽ കീഴിലായി നമ്മ മരണം വരെ നിലനിർത്തി തരുമാറാവട്ടെ. ചിന്തയിൽ പോലും ഈ പറഞ്ഞ രീതിയിലുള്ള എന്തെങ്കിലും ഒരു അദബുകേടിന്റെ ഒരു ചിന്ത വന്നു പോകുന്നതിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഖാദിരിയ ത്വരീഖത്തിന്റെ കാമിലായ ദിക്റിന്റെ വഴിയിൽ ഷെയ്ഖിനോടുള്ള ഹുബ്ബിൽ ചേർന്ന് ഒരുമയോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അന്ത്യനിമിഷം വരെ നിലനിർത്തി തരുമാറാവട്ടെ. പഴച്ചു പോകുന്ന ചിന്തകള്, അവസ്ഥകള് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബ്.